പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാതം, ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത ഒരു പുത്തൻ പുലരി വീണ്ടും കർത്താവ് നമുക്ക് ദാനം ചെയ്ത് ഇന്ന് ഈ പകലിൽ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ നിർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ ആ മഹത്വത്തിന്, ശക്തിക്ക്, എല്ലാ കർത്താവിൻ്റെ കൃപയ്ക്ക്, മഹത്വത്തിനും ശക്തിക്കും എല്ലാ കൃപയും, എല്ലാ മഹത്വവും, എല്ലാ ബലവും, എല്ലാ മഹത്വവും ആ നാമത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതം നമുക്ക് വേദവചന ധ്യാന ചിന്തയോടെ ആരംഭിക്കുന്നതിന് ആധാരമായി എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 2:15, തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഇത് എബ്രായ ലേഖനത്തിലെ മുകളിലത്തെ ഒരു ഭാഗത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്യമായതുകൊണ്ട് അതിൻ്റെ ചേർത്തുള്ള വാക്യം കൂടെ വായിക്കാൻ 14-ാമത്തെ വാക്യം ചേർത്ത് വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ച് ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു വേദവാക്യമാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് ജഡരക്തത്തോടെ ഒരുവൻ വന്ന് വചനം ജഡമായി എന്ന് യോഹന്നാൻ വായിക്കുന്നത് പോലെ അങ്ങനെ തന്നെ അവതരിച്ച് നമുക്ക് വേണ്ടി, അതായത് അവിടെ താഴെ എഴുതിയിരിക്കുന്ന ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതികളാകുന്നവരെ സംരക്ഷണ ചെയ്യുവാൻ, അവരെ സംരക്ഷണ ചെയ്യുവാൻ അതേ കർത്താവ് ഇറങ്ങി വന്ന്, യേശു കർത്താവ് ഇറങ്ങി വന്ന് മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. വാക്യം കേട്ടോ, മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അനുഗ്രഹീതമായ ഒരു ദൈവവചനം. ഈ വചനത്തിനകത്ത് പിശാചിനെ, കൊലോസ്യ ലേഖനം പറയുന്നത്, പിശാചിനെ ആയുധം വെച്ച് കീഴടക്കി മരണഭീതിയിലായിരുന്ന നമ്മെ എല്ലാവരെയും ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ സാറ്റർഡേ, ഇന്നത്തെ ഈ ദിവസം ആരെങ്കിലും മരണത്തിന്റെ ഭീതിയിലായിരിക്കുന്നുവെങ്കിൽ, എന്തു ചെയ്യുമെന്ന് ഭാരപ്പെട്ട് മരണഭീതിയിലായിരിക്കുന്നുവെങ്കിൽ അവരോടുള്ള ഒരു ദൈവവചനമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സമയത്ത് കേൾക്കുന്ന നിങ്ങളോട് പറയുന്നത്. മരണഭീതിയിലായിരുന്നവരെ ഒക്കെയും, അതേ മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിന്റെ മേൽ ജയം കൊണ്ട്, ആ മരണത്തിന്റെ അധികാരിയുടെ പിശാചിനെ നീക്കി, യേശു കർത്താവിന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചിരിക്കുന്നു. എന്നിട്ട് ആവർത്തിക്കുക, ആ വിടുവിച്ചത് ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതി, അബ്രഹാമിന്റെ വംശാവലിയിൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അബ്രഹാമിന്റെ വംശപാരമ്പര്യത്തിൽ വിശ്വാസങ്ങളുടെ പിതാവായ ആ പാരമ്പര്യത്തിൽ എടുത്തിരിക്കുന്ന നമ്മെ സംരക്ഷണ ചെയ്യുവാനത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഒന്നുകൂടി അതിന്റെ ആ ടേസ്റ്റ് ഹൃദയത്തിന്റെ ആഴത്തിലേക്കൊന്ന് വരട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോ ഒരു അധികാരിയുടെ അടുത്ത് നിന്ന്, ഇപ്പൊ സപ്പോസ് നമ്മൾ ചിന്തിക്കുക, ഈ ബാങ്ക് ജപ്തി വരും. നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന ഒരു ഭാഷയാണ് ബാങ്ക് ജപ്തി വരും. ബാങ്ക് ജപ്തി വരാൻ ഒരു കാരണമുണ്ട്. അതിന് ജപ്തി വരാൻ കാരണമായിരിക്കുന്നത് ഒരു വലിയ കടപ്പാട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപയുടെ വീട്, ആ 50 ലക്ഷം രൂപയുടെ വീടെടുത്തു, ഒരു 35 ലക്ഷം രൂപ ലോൺ എടുത്തു, ബാക്കി 15 ലക്ഷം രൂപ കയ്യിൽ നിന്നും കൊടുത്തു. വീടെടുത്തു, ആ ഗ്രഹനാഥനോ ഗ്രഹനാഥയ്ക്കോ ഈ ലോൺ അടയ്ക്കാൻ കഴിയാതെ പോയി എന്ന് വിചാരിക്കുക. കുറെ നാൾ കഴിയുമ്പം അതിന്റെ പെൻഡിങ് വന്ന്, അതിന്റെ ഓവർ ഡ്യൂസ് വന്ന്, അതിന്റെ ഇൻട്രസ്റ്റും ഓവർ ഇൻട്രസ്റ്റും എല്ലാം കൂടെ വന്നിട്ട് അടുത്ത പിന്നെ കേൾക്കുന്ന വോയിസ് ആണ് ജപ്തി എന്ന് പറയുന്നത്. 1-2 നോട്ടീസ് വരും. അത് കഴിഞ്ഞ് അധികാരികൾ വന്നിട്ട് ജപ്തി നോട്ടീസ് എഴുതി വെക്കും. ഇനി ഇത് ബാങ്കിന്റെ അധികാരത്തിലാണ്, ഈ വീടിന്റെ അധികാരി ബാങ്ക് ആണെന്ന് പറഞ്ഞ് എഴുതി വെക്കും. എന്നിട്ട് പിന്നെ വന്ന് അത് പോലീസുകാരും അതിന്റെ ബന്ധപ്പെട്ട നിയമവ്യവസ്ഥയും അതിന്റെ ഓർഡറും ഒക്കെ ആയിട്ട് വന്നിട്ട് ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവരെ ഇറക്കി വിട്ട് സാധനങ്ങളൊക്കെ മാറ്റി സ്ഥാവര രംഗമ വസ്തുക്കളടക്കം ബാങ്കിന്റെ അധീനതയിലാക്കിയിട്ട് പറയും, ഇനി ഇതിന്റെ അധികാരി ബാങ്കാണ്, ബാങ്കിന് മാത്രമേ ഇത് വിൽക്കാനോ വാങ്ങാനോ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ്
പറഞ്ഞ് ബാങ്ക് അതിന്റെ അധികാരം പിടിച്ചെടുക്കും, ആ വീടിന്റെ അധികാരം പിടിച്ചെടുക്കും. ആ പൈസ മുടക്കിയ, പണം മുടക്കിയ, ആഗ്രഹത്തോടെ പണം മുടക്കിയ ഗ്രഹനാഥനും ഗ്രഹനാഥിയും, ആ വീട്ടുടമസ്ഥനും വീട്ടുടമയും, ആ വീട്ടുടമയും അവരുടെ മക്കളും എല്ലാം വെളിയിലായി പോകും, വഴിയാധാരമായി പോകും. അവർക്ക് യാതൊരു അവകാശവുമില്ല, തൊടാൻ പറ്റത്തില്ല, കോർട്ട് ഓർഡർ വരും. അപ്പോ ഇപ്പൊ നമ്മൾ നാട്ടിലൊക്കെ കേൾക്കുന്നു, പാർട്ടിക്കാർ വരുന്നു, സമരം വെക്കുന്നു, അത് പറ്റില്ല എന്നൊക്കെ പറയുന്നു. അതിനൊക്കെ ഒരു പരിധിയുണ്ട്, അത് നിയമപരമായിട്ട് പരിധിയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുക, ഒരാളിങ്ങ് വരിക, ഈ ഇവരുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ മനസ്സിൽ പത്രത്തിൽ വാർത്ത കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഇവര് വഴി കിടക്കുക, എല്ലാം ഇറക്കി വിട്ട് അധികാരികൾ ജപ്തി പറഞ്ഞ് അങ്ങനെ വഴി കിടക്കുന്ന അവരുടെ നില കണ്ടിട്ട് സഹതാപം തോന്നി. ഒരു പണക്കാരനായ നല്ല പണമുള്ള ഒരാൾ വന്നിട്ട് ചോദിച്ചു, എത്ര രൂപ ഉണ്ട് അടയ്ക്കാനായിട്ട്? 35 ലക്ഷം രൂപ ലോൺ എടുത്തു. ഇപ്പൊ എല്ലാം കൂടെ കൂട്ടി ബാങ്കിനേക്കാ കൂട്ടി 55 ലക്ഷം രൂപ അടയ്ക്കണം. ഈ 55 ലക്ഷം രൂപയും അടച്ച് ഈ വീട്ടുടയവനോട്, ഉടമസ്ഥരോട്, ആ മക്കളോടും പറയാ, നിങ്ങൾ അകത്ത് കയറിക്കോ, ഞാൻ ഈ കടം വീട്ടിയിരിക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് വീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ബാങ്കിൽ ഉണ്ടായിരുന്ന ആ ജപ്തി മുഴുവനായിട്ട്, ആ പേപ്പർ സഹിതം അത് പിൻവലിച്ച് ഈ വീട് ആ ഉടമസ്ഥന് മടക്കി കൊടുത്ത്, ഇതിന്റെ പേര് വീണ്ടെടുത്തു കൊടുക്കുക എന്നാണ്, വീണ്ടെടുത്തു കൊടുക്കുക. ഈ സംഭവമാണ് യേശു കർത്താവ് ചെയ്തത്. പിശാചിന്റെ അധീനതയിലായിരുന്ന, മരണത്തിന്റെ അധികാരിയായിരുന്ന, ഒരു തരത്തിൽ പറഞ്ഞ ജപ്തി നോട്ടീസ് പോലെ നമ്മുടെ മരണത്തിന്റെ അധികാരി, മരിച്ചിട്ട് അടുത്ത നരകം, അല്ലെങ്കിൽ ഈ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത പാപത്തിൽ മരിച്ച് നിത്യനാശത്തിലേക്ക് പോകേണ്ടിയ നമ്മളെ ആ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കാനായി ഈ താണലോകത്തിൽ അവതരിച്ച്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അതേ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മരണത്തോളം വേഷത്തിൽ മനുഷ്യനായി, അതേ മനുഷ്യ ദാസ്യ രൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി നമുക്ക് പകരമായി മരണമടഞ്ഞ് നമുക്ക് വേണ്ടി ചോര ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടിയുള്ള പ്രൈസ്, വില തന്റെ രക്തം കൊണ്ട് കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തിട്ട് മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ നീക്കി, അതേ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെയൊക്കെയും വിടുവിച്ചു. ഹല്ലേലൂയ. ഇതെങ്ങനെ അറിയാം? വിശ്വാസത്താൽ ഇത് ഏറ്റെടുത്തോ. കർത്താവ് ഇതാ ചെയ്തിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി ആ പദവിയാണ് തന്നിരിക്കുന്നത്. ഇത് ദൂതന്മാരെ സംരക്ഷണം ചെയ്യാനല്ല, എബ്രായനായ അബ്രഹാമിന്റെ വംശാവലി വിശ്വാസത്താൽ റിസീവ് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണ്ടി. അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഇനി വചനം കേൾക്കുമ്പോ, ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ വിടുവിച്ച് തന്റെ പുത്രനും രാജ്യവും ഓഹരിക്കാരുമാക്കി വെച്ച ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവപര്യന്തം മരണഭീതിയായിരുന്ന ഞങ്ങളുടെ മരണം നീക്കി നിത്യജീവൻ അവകാശമായി തന്ന ആ പുത്രന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന സർവ്വപേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മരണഭീതിയിലായിരുന്ന അതേ എല്ലാവരെയും കർത്താവ് ഞങ്ങളെ മാറ്റി വിശ്വസിച്ച് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഞങ്ങളെ കർത്താവിന്റെ ആ സംരക്ഷണയ്ക്കകത്ത് മക്കളെന്ന അവകാശം തന്ന ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു. അതേ ജീവപര്യന്തം മരണഭീതിയിൽ നിന്ന് ഞങ്ങളെ മരണത്തെ നീക്കി വിടുവിച്ച ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നപ്പ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ജനത്തെ ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെരകടിയിൽ നമ്മളെ പരിപാലിക്കട്ടെ. താങ്ക് യു സോ മച്ച്.